ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബേബി സ്റ്റോറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നെയ്യപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നെയ്യപ്പത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ അരി അരച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച സാധാ അരിപ്പൊടി കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചേരുവകൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധാ അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നെയ്യപ്പത്തിന് ഒരു തരി വേണമല്ലോ, ഒരു കടിക്കുമ്പോഴത്തേക്ക് ഒരു ഇതിപ്പോൾ പൊടി നൈസായിട്ടുള്ള പൊടിയല്ലേ. അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടിയും കൂടെ തരിയുള്ള പുട്ടുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നെയ്യ്, പിന്നെ എള്ള്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പം നമുക്കിത് തയ്യാറാക്കാം. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുഴയ്ക്കുന്നതിനേക്കാൾ നല്ലത് മിക്സിയുടെ ജാറിലിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു നുള്ള സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ശകലം എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് പാകമാണ്. അപ്പം നമ്മൾ ഒരു 1.5 സ്പൂണ് ഗോതമ്പ് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുറുക്കത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോക്കകത്ത് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തേ. നമുക്ക് ഇപ്രാവശ്യം ഗോതമ്പ് പൊടി ചേർത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്ക്കകത്ത് പെട്ടെന്ന് നമ്മുടെ തേങ്ങാക്കൊത്തൂടെ വറുത്തെടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി മുരിഞ്ഞൊന്നും വരണ്ട. ഈ ഒരു ഭാഗത്തിൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് നെയ്യോടുകൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ വെച്ച് അപ്പോൾ എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ലാസ്റ്റത്തെയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല നെയ്യപ്പം ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നറിയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കാൻ പഠിക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് നെയ്യപ്പം. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കാണെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ബേക്കറി പലഹാരങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി മധുരം.
എല്ലാ പാകത്തിനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.